Hello, sir. Yeah, how are you, madam? I am fine. How are you? Yes, fine. At last, sir. ഞാൻ ഒരുപാട് നാളായി സാറിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്കളുടെ പ്രോഡക്ട്സ് എല്ലാം ബൈറ്റോറിയത്തില് വളരെ ഫേമസ് ആയല്ലോ. ഇത് സംബന്ധമായി ഞാൻ സാറിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും, definitely. എങ്ങനെയാണ് സാറിന്റെ ബുദ്ധിയിൽ ഉദിച്ചത്? അതെങ്ങനെ താങ്കൾ തുടങ്ങിയത്? ആക്ച്വലി ബയോമാഗ്നറ്റിസം ഏകദേശം 2008-ലായിരിക്കും തുടങ്ങിയത്. ഈ പ്രോഡക്റ്റിനെ ഞാൻ കണ്ടപ്പോൾ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ്സും ഇല്ലായിരുന്നു. ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പിന്നെ 2008 ഈ പ്രോഡക്റ്റ് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യക്ക് എത്തി. ഒരു വെസ്റ്റേൺ സാധനമായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ആ സാധനത്തിനെ ഫസ്റ്റ് ടൈം ഡെമോ ചെയ്ത് നോക്കി. പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ഒരു ഹെൽത്ത് കെയർ എക്സ്പെർട്ട് ആയിട്ട് ഒരു സയന്റിസ്റ്റ് ഇവിടെ വന്നിരുന്നു. പിന്നെ അവർ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റിനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബയോമാഗ്നറ്റിക്സിനെ കുറിച്ച് എനിക്ക് കുറച്ചൊക്കെ അറിയുമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് നോർമൽ മാഗ്നറ്റ്സിനെ കുറിച്ചൊക്കെ അറിയാം. പക്ഷേ ഈ ബയോമാഗ്നറ്റ്, നാച്ചുറൽ നാനോ ടെക്നിക് മാഗ്നറ്റിനെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ആ സയന്റിസ്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു തന്ന എനിക്ക് മനസ്സിലായത് ഈ മാഗ്നറ്റ് എന്താണെന്നും ഇന്ന് ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻസിന് ഈ മാഗ്നറ്റിസത്തിന്റെ എനർജി അത്യാവശ്യമാണെന്ന് പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൽ വലിയൊരു ഡെപ്ത് ഉണ്ടെന്ന്, വളരെ നല്ല ബെനിഫിറ്റ്സ് കിട്ടുമെന്നും. ഇന്നത്തെ ദിവസത്തെ എല്ലാ അസുഖങ്ങളും ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ ഡിസ്റ്റർബ് ആകുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കുറെ കൂടെ സയന്റിഫിക് സ്റ്റഡീസ് ചെയ്തു. അതിനുശേഷമേ മനസ്സിലായത് ഇന്നത് എല്ലാവർക്കും അത്യാവശ്യമാണെന്ന്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറെ കൂടെ സ്റ്റഡി ചെയ്തിരുന്നു, റിസർച്ച് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ അതിൽ കുറെ കൂടെ പ്രാക്ടിക്കൽ ചെയ്തിരുന്നു. ഇന്റർനെറ്റ് വഴിയെ കുറെ കൂടെ സ്റ്റഡി ചെയ്തിരുന്നു. ഇതിനെ സംബന്ധിച്ച് കുറെ പുസ്തകങ്ങൾ ഞങ്ങൾ മേടിച്ചു. US നിന്നും സിംഗപ്പൂരിൽ നിന്നും വന്ന സയന്റിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കുറെ കൂടെ പഠിക്കാൻ പറ്റി. പിന്നെ ഇതിനെ മേടിച്ചിട്ട് ഇപ്പോ ഏകദേശം 16 വർഷങ്ങൾ കഴിഞ്ഞു. അന്ന് തൊട്ട് ഞങ്ങൾ ഇത് ഇന്ത്യ മുഴുവനും പിന്നെ വേൾഡ് വൈഡ് ആയിട്ടും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കകത്ത് ഏകദേശം 29 സ്റ്റേറ്റ്സില് ഞങ്ങളുടെ ജോലി വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിലേക്ക് പോയിട്ട് ഈ ബൈറ്റോറിയം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇനിയും വിവരങ്ങൾ കിട്ടും. നിങ്ങൾക്ക് ലക്ഷക്കണക്കിൽ ടെസ്റ്റിമോണിയൽസും ഞങ്ങളുടെ പ്രോഡക്ട്സിനെ കുറിച്ച് കിട്ടും. അതുപോലെയാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് പോകേണ്ട പ്ലാനുമുണ്ട്. സോ ഞങ്ങളും മാഗ്നറ്റിസം കുറിച്ച് കുറെ അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കൊണ്ടുപോകുന്നുണ്ട്. 16 ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ബയോമാഗ്നറ്റിസം കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം വരെ ഞങ്ങൾ ഇന്ത്യയിൽ 29 സ്റ്റേറ്റ്സിൽ ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സിന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ ഞങ്ങൾ ഏകദേശം 150 കൺട്രീസിൽ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ന്യൂ ജേഴ്സിക്കകത്ത് ഞങ്ങൾ ഓൾറെഡി എൻട്രി ചെയ്ത് കഴിഞ്ഞു. നേപ്പാളിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞു. കാനഡയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഞങ്ങൾ 150 കൺട്രീസിലും ലാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ പ്രോഡക്ട്സിന്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഞങ്ങളുടെ ഹ്യൂജ് മാനുഫാക്ചറിങ്, പിന്നെ ഞങ്ങൾക്ക് എബിലിറ്റിയും കപ്പാസിറ്റിയും ഉണ്ട്. ലോകം മുഴുവനും ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. പിന്നെ മുംബൈയിൽ ഞങ്ങൾക്കൊരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. ലോകം മുഴുവനും സപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യ ഈസ് എ മാനുഫാക്ചറിംഗ് ഹബ്. സോ ഞങ്ങൾ ഇന്ത്യയിൽ ഇത് മാനുഫാക്ചർ ചെയ്ത് ലോകം മുഴുവനും സപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ പ്ലാനിങ്. പിന്നെ ഈ പ്രോഡക്റ്റ് എത്ര പേരുണ്ടോ എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് വേണം. പിന്നെ ഞങ്ങൾ ആനിമൽസ് പിന്നെ അഗ്രികൾച്ചറിലും ഈ പ്രോഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഞങ്ങളുടെ ബുക്സ് ആണ്. മാഗ്നറ്റിസം കുറിച്ച് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റീജിയണൽ ലാംഗ്വേജിലും പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.